നമ്മുടെ ആറ്റുകാലമ്പലത്തിന്റെ കുത്തിയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ടർ ചാനൽ കണ്ടു. ആ വാർത്ത ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റുകൾ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആറ്റുകാലമ്പലത്തിൽ നല്ല തിരുവനന്തപുരം ജില്ലയിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലായിട്ടുള്ള എല്ലായിടത്തും ഈ താലപ്പൊലി ഘോഷയാത്രയോടൊപ്പം അവസാനത്തെ ദിവസം കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ദേവിയുടെ ഭടന്മാരായിട്ട് ഈ കുഞ്ഞുങ്ങൾ ദേവിക്കൊപ്പം പോകുന്നു എന്നാണ് സങ്കല്പം. അതിൽ ആറ്റുകാൽ അമ്പലത്തിലാണ് എനിക്ക് തോന്നുന്നു 3-ാമത്തെ ദിവസം മുതലാണെന്ന് തോന്നുന്നു ഈ കുട്ടികളെ അവിടെ താമസിപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുന്നത് നിനക്ക് പറയാൻ എന്താണ് അധികാരം, അല്ലെങ്കിൽ നിനക്ക് എന്തറിവുണ്ടെന്ന് ചോദിക്കരുത്. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ ചോറൂണിനാണ് ഞാൻ ആദ്യമായിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ കയറുന്നത്. അന്ന് തുടങ്ങി ആറ്റുകാലമ്മ അറിവായ കാലം മുതൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആറ്റുകാലമ്മയുടെ ഒരു വലിയ ഭക്തയാണ്. വലിയ ഭക്ത എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ആറ്റുകാലമ്മ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ ചോറൂണ് നടത്തിയതും ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കുത്തിയോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല, ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടേ. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിക്കുകയും നടപടികൾ എടുക്കേണ്ടതാണെങ്കിൽ നടപടികൾ എടുക്കുകയും ചെയ്യട്ടെ. എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്, മാതാപിതാക്കളോടാണ്. ഈ ആറ്റുകാൽ അമ്പലത്തിലെ കുത്തിയോട്ടത്തിന്റെ അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് അറിയാതെയാണോ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് ആക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. അതായത് അവിടുത്തെ ആചാരപ്രകാരം കുട്ടികളുടെ ഈ കുത്തിയോട്ട കുട്ടികളുടെ ദിനചര്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 4 മണി 3:30 മണി സമയത്താണ്. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ ക്ഷേത്രക്കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കും. ഒരു തോർത്തുമുണ്ട് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ ഉടുത്ത് കണ്ടിട്ടുള്ളത്. അങ്ങനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് നമസ്കാരം രാവിലെയും വൈകുന്നേരവും നടത്തും. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അവലും മലരും പഴവും കരിക്കും പിന്നെ പടച്ചോറ്, നിവേദ്യ ചോറ്, അല്ലെങ്കിൽ അവിടുത്തെ അന്നദാനം, ഇതൊക്കെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്ന ജീവിത സാഹചര്യം നല്ല ബോധമുള്ള ആൾക്കാരാണ് നമ്മൾ മാതാപിതാക്കൾ, അല്ലേ? നമ്മുടെ കുട്ടി ഏതൊരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അഡ്ജസ്റ്റ് ചെയ്ത് പോകില്ല, അവനുണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. മറ്റാർക്കും അതറിയില്ല. നമുക്ക് മാതാപിതാക്കൾക്ക് അത് നന്നായിട്ട് അറിയാം. അങ്ങനെ അറിയാവുന്നവർ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇത്തരം ആചാരങ്ങൾക്ക് കൊണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് ഒരു ഭക്തിയാവുന്നത്? പണ്ട് കാലത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല. ഈ ഒരു 7 ദിവസം ഈ കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവുക? അവരെങ്ങനെയാണ് അതൊരു ഭക്തി മാർഗമായിട്ട് കാണുക? അവർ വെറുക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തെ. ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണോ ദൈവം? ദൈവത്തിന് ഞങ്ങളോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഞങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ദൈവത്തിന്റെ മുന്നിൽ നിന്നാലേ പറ്റുള്ളൂ എന്ന് കുട്ടികൾ ചിന്തിക്കും. അപ്പോൾ ഒരു അനുഷ്ഠാനത്തിന്റെ പേരിലായിക്കോട്ടെ, ആചാരത്തിന്റെ പേരിലായിക്കോട്ടെ, അതിന് വില്ലിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ അവിടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലാതെ അത് കഴിയുമ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 581 കുഞ്ഞുങ്ങളാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് ആ പാരൻസ് പറയുന്നത്. അപ്പൊ ഈ ഒരു വീട്ടിൽ 2 തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഈ 581 അവിടെ ആരോരുമല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരു പരിചയവുമില്ലാത്ത, ഈ കുഞ്ഞുങ്ങൾക്ക് മുൻപരിചയം യാതൊന്നുമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കൾ തന്നെയാണ്. ആ കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളുടെയും ഉത്തരവാദി ഈ മാതാപിതാക്കൾ തന്നെയാണ്. ഇതൊന്നും ഒരു ഭക്തിയല്ല. കുട്ടികൾക്ക് ഈശ്വരചിന്ത വേണം, കുട്ടികൾ പ്രാർത്ഥനയോടെ വളരണം, ദൈവഭയത്തോടു കൂടി വളരണം. പക്ഷെ അതൊന്നും കുട്ടികളെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല. കുട്ടികൾക്ക് ഈശ്വരന്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുത്ത് നമ്മൾ വളർത്തണം. ആ പറഞ്ഞു കൊടുത്ത് വളർത്തുമ്പോൾ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊച്ചുങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ കൊണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരമ്മ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആറ്റുകാലമ്മയുടെ ഭക്തയാണ്. അതുപോലെ തന്നെ താലപ്പൊലി, ഈ ദശലക്ഷക്കണക്കിന് ആൾക്കാർ പൊങ്കാലിടാൻ വരുന്നതിൻ്റെ ആ ദിവസമാണ് കൊച്ചുങ്ങൾക്ക് താലപ്പൊലി. പെൺകൊച്ചുങ്ങൾക്ക്, ആമ്പിള്ളേർക്ക് കുത്തിയോട്ടവും പെൺകൊച്ചുങ്ങൾക്ക് താലപ്പൊലിയും. ഈ കൂട്ടം നല്ല മാലാഖ പോലത്തെ മിഠായി പോലെ ഇരിക്കുന്ന മക്കൾ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല തലയിലും പൂവൊക്കെ വെച്ച് അതുമൊക്കെ വെച്ച് നല്ല മിടുക്കരായിട്ട് കുണുകുണുകുണുകുണാന്ന് ഇങ്ങനെ പോയിട്ട് ആ കൊച്ചുങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കുത്തിക്കയറി വലിഞ്ഞ് ചതഞ്ഞ് ഇറങ്ങി പുറത്ത് വരുന്നതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ലെങ്കിൽ, ആ സംവിധാനം വരുന്നത് വരെ നമ്മൾ എന്തിനാണ് നമ്മുടെ മക്കളെ ഇത്തരം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഭഗവാന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ വളരെ സ്നേഹത്തോടെ വളരെ ഭക്തിയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് പേടി തോന്നുന്ന, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, കുട്ടികൾക്ക് വിശപ്പുണ്ടാക്കുന്ന, കുട്ടികൾക്ക് ഉറങ്ങാനും, പലരും പറഞ്ഞു വെള്ളം പോലത്തെ സ്ഥലത്തൊക്കെയാണ് കുട്ടികൾ ഇരുന്നുറങ്ങിയതെന്ന്.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി എത്തുന്ന ആ ഒരു കുത്തിയോട്ടത്തിന്റെ സദസ്സിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും കുട്ടികൾ പോകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ആ കുട്ടികൾ ഭയത്തോടെ ആയിരിക്കും അമ്പലം പോലും കാണുന്നത്. അപ്പോൾ നമ്മൾ പേരൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ മാത്രമാണ് കുട്ടികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭക്തിയുടെ പേരിൽ ഉണ്ടാകുന്നെങ്കിൽ കാരണക്കാര്. ഇത് അന്യജില്ലക്കാരോടാണ് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു കുത്തിയോട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറുമുള്ള എല്ലാ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും താലപ്പൊലി ഘോഷയാത്രയോടൊപ്പം ഉള്ളതാണ്. പക്ഷെ അവിടെ ആ സമയത്ത് ചെറിയ ചെറിയ അമ്പലങ്ങളിൽ എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ചാൽ ഉത്സവം തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുന്നെയൊക്കെ അച്ഛനും അമ്മയും കുഞ്ഞും ഒക്കെ വ്രതത്തിലായിരിക്കും. നോൺ വെജ് ഒന്നും കഴിക്കില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അങ്ങനെ വളരെ ഈ അയ്യപ്പന്മാരെ നമ്മൾ നോക്കുന്ന പോലെയാണ് കുത്തിയോട്ട കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നത് വീട്ടിൽ. അതുപോലെ തന്നെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൊണ്ടുപോയി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ആ അമ്പലത്തിൽ നമസ്കരിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു ചടങ്ങ്. എന്നിട്ട് അവസാനം ഈ താലപ്പൊലി ഘോഷയാത്ര 7ാമത്തെ ദിവസം വരുന്നതിൻ്റെ അന്ന് കുട്ടികളെ നല്ല ഒരുക്കി ഭംഗിയായിട്ട് റെഡിയാക്കി ഈ ഘോഷയാത്രയുടെ കൂടെ നമ്മൾ പേരൻസുമായിട്ട് അങ്ങനെ നടന്നു പോകും. അങ്ങനെയാണ് കുത്തിയോട്ടം മറ്റുള്ള തിരുവനന്തപുരം ജില്ലയിലെ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ നടക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ജനിച്ചു വളർന്ന നാട്ടിലെ അമ്പലങ്ങളിൽ അപ്പോഴാണ് നടക്കുന്നത്. ഇവിടെ വലിയൊരു മഹാക്ഷേത്രം പോലത്തെ ഒരു ക്ഷേത്രമായതുകൊണ്ട് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ പണ്ട് കാലത്തെ കുട്ടികൾ കൊണ്ട് മാത്രം സർവൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല. അപ്പോൾ ഞാൻ പറയണെന്താ വെച്ചാൽ കുട്ടികൾ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, 5 പറയും, പക്ഷെ എനിക്ക് തോന്നുന്നു 10 വയസ്സ് വരെയുള്ള മക്കൾ ഭഗവാനാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഒരുക്കത്തിന്റെ ആവശ്യമില്ല. കുളിച്ച് ശുദ്ധമായി ശരീരത്തിലെ അഴുക്ക് കളഞ്ഞ് പോവുക എന്നുള്ളതല്ലാതെ മനസ്സിൽ കുശുമ്പോ ചിന്തയോ ഒന്നുമില്ലാത്ത കുഞ്ഞു മക്കളല്ലേ. അവർക്ക് ഇത്രത്തോളം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദേവിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ മതി. അവർ മനസ്സ് തുറന്ന് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ പറഞ്ഞാൽ മതി. അതിൽ പരം വലിയ ഒന്നുമില്ല കുട്ടികൾക്ക്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പാരൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് കുട്ടികൾക്ക് കംഫർട്ട് ആവുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെ നേരിടാതിരിക്കട്ടെ, അതിനുള്ള വഴികളൊക്കെ ട്രസ്റ്റ് കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. പക്ഷേ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടി എങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് വ്യക്തമായ ധാരണയുള്ള പാരൻസ് തന്നെ ആ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നിൽക്കണം. അതിനൊരിക്കലും ഭക്തി ഒരു തടസ്സമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.